ഹലോ ഗായ്സ്, ഇന്നത്തെ നമ്മളെ വ്ളോഗിൽ നമ്മളൊരു മാർക്കറ്റിനെ പരിചയപ്പെടുത്തലാണ്. അപ്പോൾ ഇന്ത്യയിൽ നല്ല ഗുണമേന്മയുള്ള പ്രൊഡക്റ്റ് വിലക്കുറവിൽ കിട്ടാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ്. അപ്പോൾ ഈ മാർക്കറ്റിൽ നിങ്ങൾക്ക് ബൾക്കിന് സാധനം എടുത്തിട്ട് നമ്മുടെ നാട്ടിലും അല്ലെങ്കിൽ എവിടെയും കൊണ്ടുപോയിട്ട് കച്ചവടം ചെയ്യുന്നവർക്കും നല്ലതാണ്. ഇവിടെ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും ഏകദേശം. ഇവിടെ കീ ചെയിന്, അങ്ങനത്തെ കൈമേലിടുന്ന വള, പിന്നെ ഫോണിൻ്റെ കേസ്, പിന്നെ ഇയർഫോണ്, ഹെഡ്ഫോണ്, എയർപോഡ്സ് ഇതെല്ലാം കിട്ടും. പിന്നെ ഡ്രസ്സസ്, പിന്നെ ഷൂസ്, ബാഗ്, ചെരുപ്പ്, ഇതെല്ലാം വിലയും കുറവാണ്. ബാഗിനെന്ന് വെച്ചാൽ വളരെ ചെറിയ വിലയിലും പിന്നെ നമ്മൾ ബാർഗെയിൻ ചെയ്യണം. ഇപ്പോൾ ഈ കണ്ണടക്കെല്ലാം ഇരുന്നൂറുപ്യ അവർ പറയും, പക്ഷേങ്കിൽ നമ്മളത് 100 ആക്കി മാറ്റാൻ പറ്റും. വർത്തമാനം പറഞ്ഞാൽ ഇങ്ങനെ 100 തരാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആക്കി എടുത്തോന്ന് പറയും. അതായത് അങ്ങനെ നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ട് മേടിക്കണം, എന്നാലും നമുക്ക് കാര്യമില്ല, അല്ലാണ്ട് കാര്യമില്ല. എല്ലാ ഐറ്റംസും ഇവിടെ അത്തറുണ്ട്. പിന്നെ വെറൈറ്റി ഐറ്റംസ് 1 കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന മാർക്കറ്റാണ്. ഈ സുൽത്താൻ ബസാർ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ തന്നെ നമ്മുടെ അടുത്ത് വാച്ചുകളുണ്ട്, പലതരം വാച്ചുകളുണ്ട്. പിന്നെ ഷർട്ടിനെല്ലാം വെറും 200 മാത്രമേ ഉള്ളൂ. ഈ ഷർട്ടിനെല്ലാം വെറും 200 പിന്നെ അതിൻ്റെ മുകളിൽ കാണാമല്ല 150 പാൻറ്റ്, 150 150 ഷർട്ട്. ഇതെല്ലാം എന്ന് വെച്ചാൽ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ ക്വാളിറ്റി ഇല്ലാത്ത ചെരുപ്പിനെല്ലാം 90. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കൂടെ, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റ് അല്ല അത്. അപ്പോൾ ഇത് കാണുന്നത് ചെൽസി ബൂട്ടാണ്. ഈ ചെൽസി ബൂട്ടിന് 400. ഇപ്പോൾ നമ്മൾ ഓൺലൈനിൽ നോക്കുന്ന 600 മുതൽ 1000 1500 വരെയുണ്ട് ചെൽസി ബൂട്ടിന്. അപ്പോൾ ഓൺലൈനേക്കാളും ഇവിടെ വന്ന് മേടിക്കുന്നതാണ് നമുക്ക് ലാഭം. പിന്നെ ഇത് ഈ ബെൻസിലൊക്കെയാണ് ആൾക്കാർ ഈ മാർക്കറ്റിൽ സാധനം മേടിക്കാൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മാർക്കറ്റിൻ്റെ വാല്യൂ മനസ്സിലായിക്കൂടെ, ബെൻസ് വണ്ടിയിലെല്ലാം വരുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ മെട്രോ സ്റ്റേഷൻ്റെ അടിയിൽ, പില്ലറിൻ്റെ അടിയിൽ തന്നെയാണ് ഈ മാർക്കറ്റ് വരുന്നത്. ഇത് കുറേ ദൂരത്തായിട്ടുണ്ട്, 1 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ ഇവിടെ പലതരം കമ്മലുകളുണ്ട്, ഇതെല്ലാം കമ്മലുകളാണ് കറക്റ്റ് മേടിക്കാം നമുക്ക്. പിന്നെ ഡ്രസ്സുകൾ, കുട്ടികളുടെ ഡ്രസ്സ് മുതൽ മുതിർന്ന സ്ത്രീകളുടെ ഡ്രസ്സ്, പുരുഷന്മാരുടെ ഡ്രസ്സ് എല്ലാം ഉണ്ട്. പിന്നെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മാർക്കറ്റിൽ തിരക്ക് വളരെ കുറവാണ്. ഇപ്പോൾ നമ്മൾ ഡൽഹി സരോജിനി മാർക്കറ്റിലെല്ലാം പോയതാണെങ്കിൽ ഭയങ്കര തിരക്കായി, കാലൂത സ്ഥലം ഉണ്ടാവില്ല. അതിലുള്ള വാച്ചുകളും കണ്ട, വാച്ചിനെല്ലാം വെറും 200 150 മുതലാണ് സ്റ്റാർട്ടിങ്. പെൺകുട്ടികളുടെ വാച്ചിനെല്ലാം വെറും 100 150 ഇല്ലു. പിന്നെ അങ്ങനത്തെ കൈമേലിടുന്ന വളകൾക്കെല്ലാം 80 90 200 ആ ഒരു റേറ്റാണ് വരുന്നത്. പിന്നെ മോതിരം 30 മുതൽ സ്റ്റാർട്ടിങ് ആണ്. 20 30 പിന്നെ 50 മോതിരത്തിന് വരുന്നത്. പിന്നെ ഈ മാലകളെല്ലാം, മാലക്കെല്ലാം റേറ്റ് വളരെ കുറവാണ്. അവർ ആദ്യം ഒരു റേറ്റ് വരും, പക്ഷെ നമ്മളതിലും എന്താ പറയുക വില പേശിയിട്ട് നമ്മൾ കുറക്കണം. കുട്ടികളുടെ ഡ്രസ്സ്, സാരി എല്ലാം ഉണ്ട്, എന്തും കിട്ടും. എല്ലാം 250 എല്ലാം ഡ്രസ്സിനെല്ലാം. അപ്പം നിങ്ങൾക്ക് ഓൺലൈൻ മീഷോയിലും ഇതിലെല്ലാം മേടിക്കുന്നതിനേക്കാളോ നല്ലൊരു ലാഭത്തിൽ മേടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ ഹൈദരാബാദിലാണ് ഈ മാർക്കറ്റ് വരുന്നത്. അപ്പോൾ ഈ ഹൈദരാബാദിലെക്കാലം വരുന്നതെങ്കിൽ നേരെ വരണ്ടെങ്ങനെ വെച്ചാൽ കോട്ടി മാർക്കറ്റിലേക്കാണ് വരേണ്ടത്. കോട്ടി മാർക്കറ്റിൽ വരാൻ സുൽത്താൻ ബസാർ മെട്രോ സ്റ്റേഷനിൽ കയറുക. സുൽത്താൻ ബസാർ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങുക. എന്നിട്ട് അതിൻ്റെ മെട്രോ സ്റ്റേഷൻ്റെ താഴെ തന്നെ മാർക്കറ്റ് തുടങ്ങും. പിന്നെ അങ്ങോട്ട് 1 കിലോമീറ്റർ ഇതിൽ മാർക്കറ്റാണ്. ഇതിൻ്റെ ഒരു 3 കിലോമീറ്റർ ചുറ്റളവിൽ മാർക്കറ്റ് ഏരിയയാണ് മൊത്തത്തിൽ. അപ്പോൾ ഇവിടെ ഒരു ദിവസം തന്നെ സ്പെൻഡ് ചെയ്യാൻ മേടിക്കേണ്ട സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ തിരഞ്ഞു പിടിച്ച് നല്ല സാധനം മേടിക്കണം. അതാണ് കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ അതൊന്ന് തിരഞ്ഞു പിടിച്ച് നമ്മൾ നല്ലത് നോക്കി എടുത്തിട്ട് മേടിക്കേണ്ടി വരും. വാച്ചിനെല്ലാം വെറും 150 മാത്രം. പിന്നെ ഡ്രസ്സുകൾ, ചെറിയ കുട്ടികളുടെ ഡ്രസ്സ് എല്ലാം, ബാഗുണ്ട്, ബാഗിന് 150 മുതൽ സ്റ്റാർട്ടിങ് ആണ്. പിന്നെ നല്ല സാധനത്തിനെല്ലാം 200 300 പറയും. അപ്പോൾ ക്വാളിറ്റി സാധനം വേണമെങ്കിൽ കുറച്ച് 200 കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്നാലും എങ്ങനെ നോക്കിയാലും നമ്മൾ ഓൺലൈനിലെല്ലാം മേടിക്കുമ്പോൾ 400 500 600 ബാഗിനെല്ലാം ഉണ്ടാവും. പക്ഷേ ഇവിടെ അതിലും ഇതാണ്. പിന്നെ ഇവിടത്തേക്കായിട്ട് വന്നിട്ടൊരു ബൾക്കിന് എടുക്കണം എന്നുള്ള ചിന്താഗതിയാണെങ്കിൽ നേരെ വരേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഹൈദരാബാദ് ട്രെയിനിന് കയറുക, കച്ചഗുഡ ട്രെയിനിന് കയറുക. അപ്പോൾ കണ്ണൂരിൽ നിന്നെല്ലാം വരുന്നെങ്കിൽ കച്ചഗുഡ എക്സ്പ്രസ്, പിന്നെ തിരുവനന്തപുരത്ത് നിന്നെല്ലാം വരുന്നെങ്കിൽ അതിൻ്റെ ആ ഭാഗത്തുള്ള ട്രെയിനുകളുണ്ട്. അപ്പോൾ
ഒരു 1.5 ദിവസം എടുക്കും ഹൈദരാബാദിലേക്ക് എത്താൻ ട്രെയിനിൽ വരുന്നെങ്കിൽ. നേരെ ട്രെയിനിൽ കയറുക. ട്രെയിനിന് ആകെ അത്ര ടിക്കറ്റിന് 500 റുപ്യല്ലേ വരും. അപ്പോൾ നേരെ ട്രെയിനിൽ കയറുക, നേരെ ഇങ്ങോട്ടേക്ക് വരിക. എന്നിട്ട് ഇവിടുന്ന് തിരഞ്ഞ് പിടിക്കുക, സാധനങ്ങൾ മേടിക്കുക, ബൾക്കിനെടുക്കുക, നാട്ടിലേക്ക് പോവുക. നാട്ടിലെ കച്ചവടം നടത്തുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ടും ചെയ്യുക, കുടുംബക്കാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ മാർക്കറ്റ് വരുന്നത്. എല്ലാ ഐറ്റംസും ഉണ്ട്. ഐറ്റംസ് ഇല്ലാത്ത ഐറ്റംസ് ഇല്ല. അത്രയും സൂപ്പർ മാർക്കറ്റാണ്. നിങ്ങൾ ഇനി നല്ലൊരു മാർക്കറ്റ് വേണം, നിങ്ങൾ ഡൽഹിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇവിടെ ഹൈദരാബാദ് തന്നെ വന്നാൽ നമ്മളെ നാട്ടിനടുത്ത് തന്നെ, നമ്മളെ നാട്ടിൽ നിന്ന് ഒരു 600, 700, 800 കിലോമീറ്റർ അപ്പുറമില്ല ഹൈദരാബാദിൽ തന്നെ നല്ല കിടിലൻ മാർക്കറ്റുകളുണ്ട്. ക്വാളിറ്റി പ്രൊഡക്ട്സാണ്, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾക്ക് തിരഞ്ഞു പിടിച്ചിട്ട് എടുക്കണം, നല്ല സാധനം നോക്കി എടുക്കാം. പിന്നെ കല്യാണം കാര്യങ്ങളെല്ലാം വരുന്നവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, കല്യാണത്തിൻ്റെ ഭാഗമായിട്ട് കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളെല്ലാം ഓരോ പ്രൊഡക്റ്റ് വേണ്ടേ ഇവിടെ. അപ്പോൾ അതിന് വേണ്ടുന്ന ഓർണമെൻറ്റ്സും കാര്യങ്ങളും മോതിരവും ഇതെല്ലാം എടുക്കണമെങ്കിൽ ഇവിടെ വരാം. അപ്പോൾ ശരി, ബായ്.